നാം ഹിന്ദുവെങ്കിൽ ഗീതാ ക്ലാസ്, രാമായണം, മഹാഭാരതം പോലെയുള്ള എല്ലാം. ഹിന്ദു ആണെങ്കിൽ അവർക്ക് കുട്ടികൾക്ക് അത് ക്ലാസ് എടുത്ത് അവർ വളർന്ന തലമുറകളായി മുതിർന്നവർ വരെയും അതിന് പോയി ജീവിക്കുന്നുണ്ട്. അവരാരും നമ്മളെ ക്രിസ്തു മതത്തിലേക്കോ മുസ്ലിമിലേക്കോ ഞങ്ങളാരും അതില്ല. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ISC ചേർക്കാൻ വേണ്ടി അവർ സ്കൂൾ കുട്ടികളോടൊക്കെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു വർഷത്തിൽ ജനിച്ച നാം സത്യവേദ പുസ്തകം വായിക്കുന്നു. സൺഡേ സ്കൂളിൽ കൂടി വേദപാഠം പഠിച്ച് വേദപുസ്തകം വളർന്ന ക്രൈസ്തവരാണ് ക്രിസ്തു മതത്തിലുള്ളത്. ഇസ്ലാം മദ്രസയിൽ ഉസ്താദുമാർ മസ്ജിദുകളിൽ ഖുർആൻ പാരായണം പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മുസ്ലിങ്ങളിൽ തന്നെ കൂടുതലും കൊലപാതകങ്ങളിലുള്ള ആൾക്കാരും എല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലും ഉള്ളത്. നമ്മൾ ജനസംഖ്യ നോക്കുമ്പോൾ അറിയാൻ പറ്റും. മോഷണങ്ങളായാലും ജയിലിൽ കിടക്കുന്നവരായാലും മയക്കുമരുന്നായാലും കൊള്ളയിലും കൊലപാതകത്തിലും ലഹരിയായാലും കൂടുതലും ഇവരുടെ ആൾക്കാരാണ്. അപ്പം അത് നമ്മൾ ഏത് മതക്കാരായാലും ചെറുതിലെ കുഞ്ഞുങ്ങളിലെ അവരെ കുറ്റവാസനയിൽ കൂടെ വളർത്താതെ അവരെ നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അതെല്ലാം ഉസ്താദുമാർ പഠിപ്പിക്കണം. കുറ്റകൃത്യം ചെയ്യുന്നത് വാർത്തകളിൽ തന്നെ നമ്മൾ ചാനലിൽ കാണുന്നില്ലേ? കൂടുതലും മുസ്ലിങ്ങളുടെ പേരുകളാണ് നമ്മൾ കാണുന്നത്. ഹിന്ദു പേര് ഉള്ളവരെ കൂടി അവർ കൂട്ടാളികളാക്കുന്നു, വഴിതെറ്റിയ ജീവിതം നയിക്കുന്നു. എല്ലാ മതത്തിലും നല്ലവരും ചീത്ത ആൾക്കാരും ഉണ്ട്. മദ്രസയിൽ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഹിന്ദു ക്രൈസ്തവർ അവരോട് കൂട്ടുകൂടരുത്, അവരെ മതത്തിന് ചായ്ച്ചു കൊണ്ടുവരരുത് എന്നുകൂടി പഠിപ്പിക്കണം. കൂട്ടുപ്രതികൾക്കായി മറ്റ് മതക്കാരെ കള്ളം പഠിപ്പിക്കാതെയും ബ്രെയിൻ വാഷ് ചെയ്യാതെയും ഇരുന്നാൽ നന്നായിരുന്നു. ISIൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരു മതത്തിൽ പെട്ട പെൺകുട്ടിയെ വേറെ മതത്തിൽപ്പെട്ട ആൺകുട്ടിയോ ഒരു ആൺകുട്ടി വേറെ മതത്തിലെ പെൺകുട്ടിയോ പ്രണയിച്ചെന്ന് പറഞ്ഞാൽ അത് മതാചാരപ്രകാരം ഏത് മതത്തിലാണ് അവർക്ക് കൂടെ ചേർന്ന് താമസിക്കാനുള്ള നിയമം, അതുപോലെ അവരുടെ ഇതനുസരിച്ച് ആ നിയമപ്രകാരം നിയമവകുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ അങ്ങ് മാരേജ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് അവരെ കുടുംബമായിട്ട് അവരങ്ങ് ജീവിച്ചോളൂ. അതിന് ആരും എതിരില്ല, അതിനാരും എതിർ ചെയ്യുകയില്ല. ഇതിപ്പം നമ്മൾ ഈ വ്യവസ്ഥ അനുസരിച്ച് ഈ സമുദായങ്ങളിൽപ്പെട്ടതിലും കൂടുതലും ഈ മുസ്ലിം സമുദായങ്ങളിലുള്ള ആൾക്കാരാണ് ഈ ലഹരി മരുന്ന് മയക്കുമരുന്ന് പിടിയിൽ വീഴുന്നതും അതിക്രമങ്ങളും കൂടുതലും പോലീസ് സ്റ്റേഷൻ കയറി അതിക്രമിക്കുകയും പോലീസുകാരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ മോഷണം, പിടിച്ചുപറി എല്ലാം അത് കണക്ക് നമ്മൾ ജയിലധികൃതർക്ക് തന്നെ അറിയാം. കണക്ക് നോക്കുമ്പം അവരാണ് അതിൽ കൂടുതൽ. അപ്പം ഇനിയുള്ള നമ്മൾ മുസ്ലിം മതത്തിലായാലും ഹിന്ദു മതം ക്രിസ്ത്യൻസ് ആയാലും നമ്മൾ തലമുറകൾ ചെറുതിലെ കുഞ്ഞുങ്ങളിലേ അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് അവർക്ക് സംസ്കാരവും വിദ്യാഭ്യാസവും കൊടുത്ത് അവരെ പടുത്തുയർത്തണം. എന്നാലേ നമ്മുടെ ഇനി വളരുന്ന തലമുറകളും അത് ശരിയായ മേൽനോട്ടം വഹിക്കാനും ശിക്ഷിക്കാനും രക്ഷിക്കാനും നമ്മളെ സമൂഹത്തിലും മാധ്യമങ്ങൾക്കും നമ്മളെ സർക്കാരും എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് പൊരുതിയാലേ നേരെയാകും. അല്ലാതെ ഒരു സൈഡ് നിന്ന് മാത്രം നമ്മൾ വൺ സൈഡ് ചിന്തിച്ചാൽ ഇവരൊന്നും ശരിയാവത്തില്ല.